ഹലോ, സ്റ്റഡി വിത്ത് രവിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് മലബാർ ജില്ലാ കോൺഗ്രസ് ആണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ഭരണ സംവിധാനവും. ആദ്യകാലങ്ങളിൽ കേരളത്തില് ഭരണപരമായി ഭിന്നിച്ചു കിടക്കുന്നതിനാൽ ആദ്യകാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപമൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ തന്നെ മലബാറിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണമായിരുന്നു. എന്നാൽ കൊച്ചി, തിരുവിതാംകൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷ് പ്രസിഡന്റ് മുഖേന പ്രഭുക്കന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അതിനാൽ തന്നെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണം കാരണം മലബാറിൽ രാഷ്ട്രീയ സമരങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും ആദ്യകാലത്ത് രാഷ്ട്രീയ സമരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വഴിതെളിയിച്ച ദേശീയ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷ് മലബാറ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. INC-യും കേരളവും. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത് എപ്പോഴാണ്? 1885-ലാണ്. 1885-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് മുതൽ തന്നെ മലബാറിൽ നിന്നും പലരും അംഗങ്ങളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗങ്ങളായിരുന്ന ആദ്യകാല പ്രമുഖ നേതാക്കൾ ആരെല്ലാമാണ്? സി ശങ്കരൻ നായരും GP പിള്ളയുമാണ്. GP പിള്ള 1885-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത മലയാളി ആയിരുന്നു. സി ശങ്കരൻ നായർ 1897-ലെ അമരാവതി INC സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ച വ്യക്തിയായിരുന്നു. INC സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ച ഏക മലയാളിയും ആദ്യ മലയാളിയുമാണ് സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ അധ്യക്ഷനായ, അതായത് മലയാളി അധ്യക്ഷനായ ആദ്യത്തെ INC സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അത് 1897-ലെ അമരാവതി സമ്മേളനമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഒരു മലബാറുകാരനാണ്. മലബാറിന്റെ പ്രശസ്ത പുത്രൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഏതാണ്? അത് സർ സി ശങ്കരൻ നായരാണ്. മലബാറിന്റെ പ്രശസ്ത പുത്രൻ എന്നറിയപ്പെടുന്നത് സർ സി ശങ്കരൻ നായർ ആണ്. മലബാറിൽ വെച്ച് കോൺഗ്രസിന്റെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നു. എപ്പോഴാണ്? 1903-ലാണ്. ഇത് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് രൂപീകൃതമാകുന്നതിന് മുൻപുള്ള ഒരു സമ്മേളനമായിരുന്നു. 1903 കോഴിക്കോട് വെച്ച് കോൺഗ്രസിന്റെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നു. അതിന് അധ്യക്ഷൻ ആരായിരുന്നു? സി വിജയരാഘവാചാര്യരായിരുന്നു. സി വിജയരാഘവാചാര്യർ അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1903-ലാണ്. എവിടെ വെച്ചാണ്? കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പം മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായത് എപ്പോഴാണ്? അത് 1908-ലാണ് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1908-ലാണ്. എന്നാൽ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനങ്ങൾ നടന്നത് എപ്പോഴാണ്? ആദ്യ സമ്മേളനം നടന്നത് 1916-ലാണ്. 1916-ലാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. മലബാർ ജില്ലാ കോൺഗ്രസ് രൂപീകൃതമായത് 1908-ലാണ്. അപ്പം 1916-ൽ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അത് പാലക്കാട് വെച്ചിട്ടാണ്. അധ്യക്ഷൻ ആരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1916 പാലക്കാട് വെച്ചിട്ടാണ്.
അധ്യക്ഷ ആനി ബസന്റ് ആയിരുന്നു. രണ്ടാമത്തെ യോഗം നടന്നത് രണ്ടാമത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1917 കോഴിക്കോട് വെച്ചിട്ടാണ്. അധ്യക്ഷൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യരായിരുന്നു. മൂന്നാമത്തെ സമ്മേളനം നടന്നത് 1918 തലശ്ശേരി വെച്ചിട്ടാണ്. അധ്യക്ഷൻ ആരായിരുന്നു? മിർ ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു. നാലാമത്തെ സമ്മേളനം നടന്നത് 1919 വടകര വെച്ചിട്ട് KP രാമൻ മേനോന്റെ നേതൃത്വത്തിലായിരുന്നു. അഞ്ചാമത്തെ സമ്മേളനം 1920 മഞ്ചേരിയിൽ വെച്ചിട്ട് അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കർ ആയിരുന്നു. ഒന്നുകൂടി നോക്കിയാലോ. ഫസ്റ്റ് സമ്മേളനം നടന്നത് 1916 പാലക്കാട് വെച്ചിട്ട് ആനി ബസന്റ് അധ്യക്ഷയിലായിരുന്നു. രണ്ടാമത്തെ സമ്മേളനം 1917 കോഴിക്കോട് വെച്ചിട്ട് സർ CP രാമസ്വാമി അയ്യരുടെ അധ്യക്ഷതയിലായിരുന്നു. മൂന്നാമത്തെ സമ്മേളനം 1918 തലശ്ശേരിയിൽ വെച്ചിട്ട് മിർ ആസാദ് അലി ബഹദൂറിന്റെ അധ്യക്ഷതയിലായിരുന്നു. നാലാമത്തെ സമ്മേളനം വടകര വെച്ചിട്ട് KP രാമൻ മേനോന്റെ അധ്യക്ഷതയിലായിരുന്നു. അഞ്ചാമത്തെ സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് കസ്തൂരി രംഗ അയ്യങ്കരുടെ അധ്യക്ഷതയിലായിരുന്നു. ഓക്കെ. 1916 പാലക്കാട് സമ്മേളനം. പാലക്കാട് സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു? അത് ആനി ബസന്റ് ആയിരുന്നു. ആനി ബസന്റിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയില് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു ആനി ബസന്റ്. അങ്ങനെ 1916 പാലക്കാട് സമ്മേളനത്തില് ആനി ബസന്റ് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഒരു ശാഖ കോഴിക്കോട് ആരംഭിച്ചു. അത് 1916 തന്നെ ആരുടെ നേതൃത്വത്തിലാ ചോദിച്ചാൽ KP കേശവ മേനോന്റെ നേതൃത്വത്തിലായിരുന്നു. KP കേശവ മേനോന്റെ നേതൃത്വത്തിൽ 1916 മലബാറിലെ കോഴിക്കോടിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ശാഖ ആരംഭിച്ചത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 1920 മഞ്ചേരി സമ്മേളനമാണ്. അതായത് 5ാം മലബാർ ജില്ലാ സമ്മേളനം. അത് നടന്നത് മഞ്ചേരിയിലായിരുന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കസ്തൂരി രംഗൻ ആയിരുന്നു. 5ാം സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭരണപരിഷ്കാരങ്ങൾ, കുടിയാൻ പ്രശ്നങ്ങൾ, ഖിലാഫത്ത് വിഷയങ്ങൾ തുടങ്ങിയവയായിരുന്നു. 5ാം സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ, കുടിയാൻ പ്രശ്നങ്ങൾ, ഖിലാഫത്ത് വിഷയങ്ങൾ തുടങ്ങിയവയായിരുന്നു. 5ാം സമ്മേളനത്തിനെ കേരളത്തിലെ സൂറത്ത് എന്ന് വിളിക്കുന്നുണ്ട്. കേരളത്തിലെ സൂറത്ത് എന്ന് വിളിക്കുന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അത് 1920 മഞ്ചേരിയിൽ നടന്ന സമ്മേളനമായിരുന്നു. കുടിയാൻ പ്രശ്നങ്ങള് മന്നത്ത് കൃഷ്ണൻ നായരായിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഇദ്ദേഹം തന്നെയായിരുന്നു ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് സമ്മേളനത്തില് പ്രമേയങ്ങളൊക്കെ അവതരിപ്പിച്ചത്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ തൃപ്തികരമല്ലെന്നും അപര്യാപ്തമാണെന്നും പ്രഖ്യാപിക്കുന്ന പ്രമേയങ്ങൾ അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസില് പാസാക്കിയിട്ടുണ്ടായിരുന്നു. കഴിയുന്നത്ര വേഗം മലബാറിൽ സ്വയംഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. 5ാം മഞ്ചേരി സമ്മേളനത്തിലെ പ്രധാന ഒരു പ്രമേയമായിരുന്നു 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ തൃപ്തികരമല്ലെന്നും അപര്യാപ്തമാണെന്നും പ്രഖ്യാപിക്കുന്ന പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ടായിരുന്നു. കഴിയുന്നതും വേഗം മലബാറിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെട്ടു.
ആനി ബസന്റും അനുയായികളും സമ്മേളനത്തിന്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് കേരളത്തിലെ സൂററ്റ് എന്ന് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് അറിയപ്പെടുന്നത്. ആനി ബസന്റും അനുയായികളും സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് 1920 മഞ്ചേരി സമ്മേളനമാണ്. ഇതിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗനായിരുന്നു. ഈ ഒരു സമ്മേളനത്തില് 1300ഓളം പ്രതിനിധികള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഒരു 1300ഓളം ആളുകള് ഈ ഒരു സമ്മേളനത്തില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയതിനെ തുടർന്ന് മിതവാദികളും തീവ്രവാദികളും തമ്മില് പിളർപ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മലബാർ ജില്ലാ കോൺഗ്രസ് ആരംഭിച്ചത് എന്നാണ്? 1908 മലബാർ ജില്ലാ കോൺഗ്രസ് ആരംഭിച്ചത്. മലബാർ ജില്ലാ കോൺഗ്രസ് ആരംഭിക്കുന്നതിന് മുൻപേ ഒരു രാഷ്ട്രീയ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. ആരുടെ അധ്യക്ഷതയിൽ വെച്ചിട്ടാണ്? സി വിജയരാഘവാചാര്യരുടെ അധ്യക്ഷതയിൽ വെച്ചിട്ടാണ്. എപ്പോഴാണ് നടന്നത്? 1903 നടന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1916 പാലക്കാട് വെച്ചിട്ടാണ് നടന്നത്. ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷ. ആനി ബസന്റ് ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. ഈ 1916 തന്നെ എന്താ കോഴിക്കോട് വെച്ചിട്ട് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ശാഖ കേരളത്തിൽ ആരംഭിക്കുന്നു. അത് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ KP കേശവമേനോന്റെ നേതൃത്വത്തിലാണ്. അതേമാതിരി തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ്. 1920 മഞ്ചേരി വെച്ച് നടന്നു. അതിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗനാണ്. കുടിയാൻ പ്രശ്നം, ഭരണപരിഷ്കരണം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളാണ് ആ ഒരു കോൺഗ്രസിലെ ചർച്ചാ വിഷയങ്ങളായത്. മന്നത്ത് കൃഷ്ണൻ നായർ ആയിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. 1919 മൊണ്ടേഗു ചെംസ്ഫോർട്ടിന്റെ ഭരണപരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യുകയും അതില് തൃപ്തികരമല്ലായിരുന്നു. ആ ഒരു തൃപ്തികരമല്ലാത്തൊരു പ്രമേയം പാസാക്കുകയും കഴിയുന്നതും വേഗത്തിൽ മലബാറിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്നും ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ആനി ബസന്റും അനുയായികളും സമ്മേളനത്തിൽ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേരളത്തിന്റെ സൂററ്റ് എന്നറിയപ്പെടുന്ന സമ്മേളനം ഏതാണ്? അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ്. അതായത് 1920 നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് ആണ്. അപ്പൊ ഈ ഒരു ചെറിയൊരു ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.